Hi guys, Assalamualaikum. This is Biju Fahima here. Welcome back to my channel. ഇന്ന് ഞാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോയലപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ കല്യാണ വീട്ടിലെല്ലാം മസ്റ്റായിട്ട് കണ്ടുവരുന്ന ഒരു സ്നാക്കാണിത്. മുട്ടൊന്നും ചേർക്കാണ്ട് അതിനായി ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജാഗരി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ജാഗരി എടുത്തിട്ടുണ്ട്. ഏകദേശം 31 ഗ്രാം ജാഗരി ഉണ്ടാവും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മെൽറ്റ് ചെയ്ത ജാഗരി ഇളം ചൂടോട് കൂടിയാണ് മാവിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കേണ്ടത്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ചാലും മതി, കല്ലാറ്റ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും. അപ്പോൾ ജാഗരി ഇവിടെ കംപ്ലീറ്റ് മെൽറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി കോയലപ്പം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 50 ഗ്രാം ആട്ട ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരി പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കറുത്ത വെള്ളം, അതായത് ബ്ലാക്ക് സിസൈം സീഡ്സ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമെല്ലാം കംപ്ലീറ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജാഗരി ഇളം ചൂടോടെ തന്നെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി കുഴച്ചെടുക്കണം. ഞാനിവിടെ നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡോ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു പൂരിൻ്റെ സൈസിലുള്ള മാവ് എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിൻ റൗണ്ട് ആയിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്തിട്ട് കോയിലിപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് സീലാവുള്ളൂ. കറക്റ്റ് സീലായ മാത്രമാണ് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഷേപ്പ്ലെസ് ആയി പോവും. ഈ ഒരു തിൻ ടെക്സ്ചറിലാണ് മാവ് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ മാത്രമാണ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. കട്ട് ചെയ്ത ഓരോ പാട്ടും ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കിയിട്ട് സെൻറ്ററിലേക്ക് വിരൽ വെച്ചിട്ട് ആ ഒരു സെൻറ്റർ പാർട്ടിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വിരൽ വെക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യുന്ന പോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പം കോയലപ്പം കറക്റ്റ് ഷേപ്പിലാവില്ല. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ഓപ്പൺ ആയി പോയാൽ പിന്നെ ഷേപ്പ്ലെസ് ആയി പോവും. നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ പ്രസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി നിന്നോളും. ഇതുപോലെ തന്നെ എല്ലാ മാവും മുറിച്ചെടുത്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിത് ഏറ്റവും ചെറിയ സൈസിലാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ടെല്ലാം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് സെൻറ്ററിൽ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഒരു കോയിലിൻ്റെ ഷേപ്പിലായിട്ട് വരും. അതുകൊണ്ടാണ് ഇതിന് കോയലപ്പം എന്ന് പറയുന്നത്. നല്ല തിൻ റൗണ്ട് ആയിട്ട് പരത്തിയെടുത്താൽ മാത്രമാണ് കറക്റ്റായിട്ട് സീൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓയിലിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി പോകും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കടായിൽ ഓൾറെഡി ഓയിൽ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായാൽ കോയലപ്പം ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. എന്നാൽ മാത്രമാണ് ഉൾഭാഗം കറക്റ്റ് കുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഔട്ടർ ഭാഗം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും, പക്ഷേ ഉൾഭാഗം കറക്റ്റ് പൊരിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു ക്രിസ്പി ടെക്സ്ചർ കിട്ടണമെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കണം. പിന്നെ ഇത് ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. അധിക സമയം പുറത്ത് വെച്ചാൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കളറിലാണ് കോയലപ്പം പൊരിച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഓയിലിനടുത്ത് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കായാലും വീട്ടിലുള്ള എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.